നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി സർ. ഞാൻ ഇനി തിരിച്ചു വരുമ്പോ ഈ സെല്ല് തന്നെ എനിക്ക് തിരികെ തരുമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പുറത്തിറക്കാൻ ശ്രമിച്ചത് പിന്നെ ഇവിടെ വരാനല്ല ശേഖർ. നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. അത് തലയിലെഴുത്താണെന്ന് വിചാരിച്ച് എല്ലാം മറക്കാൻ നോക്ക്. എന്നിട്ട് നീ ഒരു പുതിയ ജീവിതം ആരംഭിക്ക. ഓൾ ദി ബെസ്റ്റ് ശേഖർ. നിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ നിന്റെ ഭാര്യയാണെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. എന്താ നിന്റെ ഭാര്യയുടെ പേര്? പ്രഭ. പ്രഭാവതി. എന്നെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇല്ല, ഈ പ്രഭാവതി ഒരിക്കലും തകരില്ല. എന്ത് ലക്ഷ്യത്തോടെയാണോ ഞാൻ നിന്നെ ഇല്ലാതാക്കിയത്, ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഞാൻ എത്തുകയും ചെയ്യും. അതിനു വേണ്ടി എന്റെ മുമ്പിൽ തടസ്സമായി വരുന്ന എന്തിനേയും ഞാൻ വെട്ടിമാറ്റും. പ്രഭാവതി തീരുമാനിച്ചാൽ ആ തീരുമാനം അവസാനത്തേതായിരിക്കും. ഇതെന്താ പതിവില്ലാത്തൊരു കാഴ്ച? കുമ്പസാരാണോ? ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ചേർത്തൊരു മാപ്പ് പറച്ചില്. ആ അടുക്കളക്കാരിയുടെ ചൂരൽ കഷായം കുടിച്ച് ഇവരുടെ മുമ്പിൽ വന്ന് വീണപ്പോ ചേച്ചിക്ക് ബോധോദയുണ്ടായ? ചേച്ചിക്ക് ഇതെന്താ പറ്റിയത്? കുമ്പസാരവും മാപ്പ് പറച്ചിലും ഒന്നും അല്ല പ്രതാപ. ചില തീരുമാനങ്ങൾ ഉടനെ എടുത്തേ പറ്റൂ. കഴിഞ്ഞ കുറെ ദിവസമായി ഈ ഗായത്രി കാരണം എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇവളെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഗായത്രിയോട് നമ്മൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. പെട്ടെന്നൊരു പരിഹാര മാർഗം എന്നൊക്കെ പറഞ്ഞ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല ചേച്ചി, മറിച്ച് എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ. ഒന്ന് തുടങ്ങിക്കിട്ടിയ പിന്നെ കാര്യങ്ങൾ ശരപറയേന്ന് നടക്കും. ഗായത്രിയോട് ചെയ്യാൻ തുടങ്ങിയ ദ്രോഹത്തിൽ നിന്നാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. അന്നു മുതൽ ഇന്ന് വരെ ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. ദ്രോഹങ്ങളുടെയും പരാജയങ്ങളുടെയും ആകെ തുക ഇപ്പൊ തുല്യവുമാണ്. ഓ, അതായത് വിജയം പ്ലസ് പരാജയം സമം 0. ഇതാണ് ഞാനും മാത്തമാറ്റിക്സും തമ്മിൽ ചേരാത്തത് അല്ലേ ചേച്ചി? നമ്മൾ ഗായത്രിക്ക് എത്രയോ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേത് ദ്രോഹത്തെക്കുറിച്ചാ ഇപ്പൊ ചേച്ചിക്ക് ടെൻഷൻ? നിനക്ക് ഓർമ്മയുണ്ടോ പ്രതാപ, ഗായത്രിയുടെ കള്ള ഒപ്പിട്ട് നീ 50 ലക്ഷം രൂപ എഴുതിയെടുക്കാൻ ശ്രമിച്ച കാര്യം? ഞാൻ ആയിരക്കണക്കിന് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മാത്രം ഒരിക്കലും മറക്കില്ലേ ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.